കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോവുക. ഓരോ ദിവസവും കർത്താവ് നമ്മളെ ശക്തീകരിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ചിറകടിയിൽ നമ്മളെ പരിപാലിച്ച് അനുഗ്രഹവും അത്ഭുതവുമാക്കി സ്വർഗം നമ്മളെ മാറ്റുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമുക്കൊരുമിച്ച് മുരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തെടുക്കും. കർത്താവ് ഈശോയുടെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. ഓരോ ദിവസവും കർത്താവിന്റെ കൂടെ ഇന്ന് എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നല്ലോ. വോളിയം കുറവുള്ളവർ നിങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ചില സമയങ്ങൾ അങ്ങനെ വരും. എല്ലാവർക്കും വോളിയത്തിൻ്റെ വിഷയമുണ്ടോ അതോ വോളിയം കൂടുതലാണോ വോളിയം കുറവുണ്ടോ ഒന്ന് പറയാവോ? വോളിയം കറക്റ്റ് ആണോ? ഞാൻ പറഞ്ഞത് വോളിയം ക്ലിയർ ആണോ? സൗണ്ട് ഇവര് ആളുകൾ കമന്റ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും വോളിയം, അപ്പോൾ എല്ലാവർക്കും ചിലർക്ക് വോളിയം കുറവ് വരുന്നുണ്ട്, ചിലർക്ക് വോളിയം കൂടുതൽ വരുന്നുണ്ട്. അപ്പം ഇവിടുത്തെ പ്രശ്നമല്ല. നിങ്ങളുടെ ഫോണിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ചെയ്യുക, വീണ്ടും ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ സൂം വേഗത്തിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കുറവുണ്ടെങ്കിൽ ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ജോയിൻ ചെയ്താൽ മതി, അത് ശരിയാവും. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ എല്ലാവർക്കും വോളിയം കുറവാണെങ്കിൽ ഇവിടുത്തെ കുഴപ്പമാണ്, സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും വോളിയം കുറവില്ല, ചിലർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറവുള്ളവർ ഒന്ന് ജസ്റ്റ് അങ്ങനെ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ചെയ്യുക, വേഗത്തിൽ അത് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ജോയിൻ ചെയ്യുക, അത് ക്ലിയർ ആവും. ഇല്ലെങ്കിൽ വേഗത്തിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക സൂം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ ദൈവം നമ്മളെ ഓരോ ദിവസവും നിറയ്ക്കുന്നല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഇന്ന് ഒരുമിച്ച് ചേർന്ന് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും. ഓരോ ദിവസവും കർത്താവിൻ്റെ കൂടെ ഇന്ന് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, നമ്മുടെ പ്രാർത്ഥന ആരംഭ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇതൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലേക്ക് കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. ഞാൻ ഇന്നേ വരെ എനിക്ക് വന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ ആരും ക്ഷണിച്ചിട്ട് വന്നവരല്ല. ദൈവാത്മാവ് നിങ്ങൾ ഏതെങ്കിലും ഒരു ലിങ്കിലോ പ്രയറിലോ ഒക്കെ കൂടി നിങ്ങൾ കറക്റ്റ് ചെയ്ത് വന്നതാണ്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രാർത്ഥനയിൽ നിൽക്കുവാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഈ കൂട്ടായ്മയിലൂടെ എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട്. അല്ല മറിച്ച് നിങ്ങൾക്ക് തുടരുവാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിർബന്ധമല്ല. ദൈവം ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും. പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രയർ റിക്വസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി താമസിച്ചാണ് പ്രയർ റിക്വസ്റ്റിൻ്റെ ഒക്കെ റിപ്ലൈ കിട്ടുന്നത് എനിക്കറിയാം. ലൈവിൽ പ്രാർത്ഥിക്കാൻ നോക്കിയാൽ ഇന്നലെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ നടക്കത്തില്ല. കാരണം ആളുകൾ ഇങ്ങനെ ഓരോരുത്തർ പ്രയർ റിക്വസ്റ്റ് പറയുന്നതനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് സമയപരിമിതിയുണ്ട് ഇതിൻ്റെ അകത്ത് സൂമിൽ പങ്കുചേരാൻ. എല്ലാ ദിവസവും നമ്മുടെ ഈ പ്രാർത്ഥന തുടർന്ന് പോകുന്നത് കൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങൾക്കോട് പറയാം. നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രാർത്ഥിക്കാൻ വേണ്ടി ഏതെങ്കിലും നിങ്ങൾ എത്ര വലിയ ഭയങ്കര വിഷയമായിക്കോട്ടെ, ഇപ്പം ഇതിൽ നിങ്ങൾ വരുമ്പം നമുക്ക് നേരത്തെ ആണെങ്കിൽ 3-4 പേരുള്ള സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓരോരുത്തരുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കാം. അതാണ് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ കൂടുമ്പോൾ എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 100 പേര് അടുപ്പിച്ച് ഒരു പ്രാർത്ഥന വിഷയം പറയാൻ നിൽക്കുമ്പോൾ ഒത്തിരി സമയമെടുക്കും, തിരിച്ചതിന് മറുപടി പറയാൻ സമയമെടുക്കും. അതിനേക്കാൾ ഏറ്റവും വലിയ എളുപ്പം ദൈവമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഒരുമിച്ച് ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വിഷയവും ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തെ ഓർത്ത്
നിങ്ങൾ ആ പ്രാർത്ഥനയിലേക്ക് ഒന്ന് ഏൽപ്പിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ നോക്കിയിട്ട് നടക്കത്തില്ല അത്. കാരണം വെച്ചാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് പ്രാവർത്തികമല്ല. അപ്പോൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് കർത്താവ്, അതുകൊണ്ട് ദൈവം അതെല്ലാം അനുഗ്രഹമായിട്ട് തന്നെ ഒരുക്കും. നിങ്ങൾ കൂടുതലും കൂട്ടായ്മ ആചരിക്കുക. ദൈവം നിങ്ങളെ ചിലപ്പം പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവിക ആലോചനയുടെ ദൈവാത്മാവ് നിങ്ങളുടെ ഇടപെടും. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വിഷയത്തെ കർത്താവ് തൊടും. അങ്ങനെ വിഷയത്തെ പറയാതെ തന്നെ ദൈവാത്മാവ് സ്പർശിച്ച, ദൈവം ഇടപെട്ട, വെളിപ്പെടുത്തിയ ആരെങ്കിലും നമ്മുടെ പേരിലുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഹലോ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് അത് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേൾക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം പറയാതെ തന്നെ ദൈവാത്മാവ് തൻ്റെ പ്രവചന ആലോചനയിലൂടെ നിങ്ങളുടെ വിഷയങ്ങളെ വെളിപ്പെടുത്തി നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് സാക്ഷ്യം, ഒത്തിരി സാക്ഷ്യം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ വിഷയത്തെ കർത്താവ് ഇടപെടണം. ഇനി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വിഷയത്തെ ഒട്ടും ഇടപെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ദൈവം നിങ്ങളോട് ഇപ്പോൾ ഒരാലോചനയും പറയുന്നില്ല, പകരം നിങ്ങൾക്ക് വചനത്തിലൂടെ നിങ്ങളുടെ വിഷയത്തെ ദൈവം തൊടുകയാണ്. മനസ്സിലാക്കിക്കോണം. ഒരു പ്രവചനവും കേൾക്കുന്നില്ലെങ്കിൽ, ഒരു പ്രവചന ആലോചനയും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, പേര് വെളിപ്പെട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും വെളിപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ വചനത്തിലൂടെ ബലപ്പെടുത്തുവാനും പ്രാർത്ഥനയിലൂടെ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക, അയ്യോ എന്നോടൊന്നും ആലോചന പറഞ്ഞില്ലോ എന്നിരിക്കരുത്. ഇതെല്ലാം ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പ്രവചനം മാത്രമല്ല, രോഗസൗഖ്യമുണ്ട്, വചന ശുശ്രൂഷയുണ്ട്, കർത്താവിൻ്റെ ഇടപെടലുകളുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്താണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ പോകാം. വേഗത്തിൽ ഞാൻ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നടത്തുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിത് പ്രാർത്ഥനയുടെ തുടക്കം തന്നെ എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പ്രസീത എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണിക്കുന്നു. 2 പെൺമക്കൾ ആ സഹോദരിക്ക് കാണുന്ന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രസീത എന്നാണ് പേര് കാണിക്കുന്നത്. ആ ഒരു സഹോദരിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് പറയുന്നു. പ്രസീത എന്നാണ് പേര്. 2 പെൺകുട്ടികൾ ആ മകൾക്കുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ മകളോട് കർത്താവ് പറയുന്നു, യേശുവിൽ ആശ്രയിക്കുക. കുടുംബത്തിൻ്റെ അകത്ത് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന സകല ഭാരങ്ങളും കർത്താവ് ആ വിഷയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ ശക്തനാണ്. ആ മകളോട് കർത്താവ് ഇടപെടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ അത് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്ന ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞു നമുക്ക് പ്രാർത്ഥനയിലൂടെ തന്നെ മുന്നോട്ട് പോകാം. ഓരോ ദിവസവും കർത്താവ് നമ്മളെ അത്ഭുതമാക്കി നടത്തും. ഞാൻ എന്തുകൊണ്ട് എപ്പോഴും പറഞ്ഞു വെച്ചാൽ, നമ്മൾ നടക്കേണ്ടത് സാധാരണ പോലെയല്ല, അത്ഭുതത്തിൻ്റെ അകത്താണ്. അത്ഭുതത്തിൻ്റെ അകത്ത്, അതായത് നോർമലായിട്ടല്ല. ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ നോർമലായിട്ടല്ല, അസാധാരണമായിട്ട്. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വേഗത്തിൽ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ച, എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്നതും എന്നെ സ്വാധീനിച്ചതുമായിട്ടുള്ളൊരു വചനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, റോമർ 8:26. ആവണ്ണം തന്നെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നു. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ല. ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് us in our weakness. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കുന്നു. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ല. എന്നാൽ വചനം പറയുന്നു, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഈ വാക്യം വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ, അതായത് പുറത്തേക്ക് വരാൻ, ഈ ഞരക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞെരങ്ങുക, മൂളുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിന് പ്രത്യേകിച്ചൊരു ലാംഗ്വേജ് ഒന്നുമില്ല, അല്ലേ? ഞെരങ്ങി എന്നൊക്കെ പറയത്തില്ലേ, ഞാൻ വല്ലാതെ അങ്ങ് ഞെരങ്ങി സംസാരിക്കുക എന്നൊക്കെ പറയത്തില്ലേ. അതായത് നമ്മൾ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യുക എന്നൊക്കെ വേണേൽ പറയാം. സ്ട്രഗിൾ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞ. എന്നാൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിച്ചോണം, പരിശുദ്ധ ആത്മാവ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധ ആത്മാവ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇടവും വലവും നോക്കിയാൽ ആരെയും കാണത്തില്ല. പക്ഷെ ബൈബിൾ പറയുന്നു,
പരിശുദ്ധ ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നമുക്ക് തുണ നിൽക്കുന്നത് വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടതിനെന്ന് നാം അറിയുന്നില്ല. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചോണം. അപ്പൊ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴെന്നെ സഹായിക്കുന്നു? എങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു? എങ്ങനെ എനിക്ക് അറിയാൻ പറ്റും പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവും? നമുക്കൊരു ചോദ്യമല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവർ അറിയുന്നു. നമുക്ക് ഈ വിശുദ്ധന്മാരെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കർത്താവിന് വേണ്ടി നിന്ന മൺമറഞ്ഞ ആളുകളെയാണ് ലോകപ്രകാരം നമ്മൾ വിശുദ്ധന്മാരായിട്ട് അംഗീകരിക്കുന്നത്, അല്ലേ? അത് ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വിശുദ്ധന്മാർ നിങ്ങളും ഞാനും ഒക്കെയാണ്. ബൈബിളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ ബൈബിളിൽ മൊത്തം നോക്കിയാൽ മതി. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ സഭയിലുള്ള വിശ്വാസികളെ നോക്കി വിളിച്ചിരിക്കുന്നത് വിശുദ്ധ ജനമെന്നാണ്. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വിശുദ്ധ വംശം, നമ്മളെപ്പറ്റി വചനം പറഞ്ഞ് വിശുദ്ധർ എന്ന് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാവുന്ന വിശുദ്ധം എന്ന് പറഞ്ഞാൽ മരിച്ച് മൺമറഞ്ഞ ആൾക്കാരെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. പക്ഷെ ബൈബിള് നമ്മളെപ്പറ്റി പറയുന്നു, നിങ്ങൾ ദൈവത്തിന് വിശുദ്ധ ജനമാണ്. അപ്പൊ നിങ്ങളെ എന്നെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് വിശുദ്ധന്മാർ. ആ പത്രോസ്ലീഹയുടെ ലേഖനം ഒന്ന് എടുക്കാവോ? അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമാകുന്നുള്ള വാക്യമുണ്ട്. പത്രോസിലാണ് ആ വാക്യം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കണം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വചനം പറയുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ എന്തൊക്കെയും ബ്രദറെ, എൻ്റെ കൊച്ചിൻ്റെ വിഷയം, എൻ്റെ കുടുംബ വിഷയം, എൻ്റെ കടഭാരത്തിൻ്റെ വിഷയം, ഞാൻ ആയിരിക്കുന്ന രോഗവിഷയം, ഇതൊക്കെ ആയിട്ട് എന്താണ് ഈ പറയുന്ന വചനങ്ങൾക്ക് ബന്ധം? ഞാൻ നേരിട്ട് ആ വചനത്തിലേക്ക് അങ്ങ് പറയാൻ പോവാണ്. എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പോർഷൻ? ഏത് പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്? മറ്റൊന്നുമല്ല, അന്യഭാഷയെ പറ്റിയാണ്. എത്ര പേർക്ക് അത് കേൾക്കുവാൻ സന്തോഷമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അന്യഭാഷയെ പറ്റിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ വലിയൊരു സീരിയസ് പോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അന്യഭാഷാ പ്രാർത്ഥനയെ പറ്റി തന്നെ വലിയൊരു സീരിയസ് പോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഒത്തിരി പേർക്ക് എനിക്ക് തന്നത് അനുഗ്രഹമായിരുന്നു. ഒത്തിരി ആൾക്കാർക്ക് സ്പിരിച്വൽ ഐസ് ഓപ്പൺ ചെയ്യുവാനും അവരുടെ ജീവിതത്തിൽ ആത്മീയമായ ദർശനങ്ങൾ കാണുവാനും ഒക്കെ ഒത്തിരി ആളുകളുടെ സാക്ഷി. എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയൊരു വചന ധ്യാനമായിരുന്നു അന്യഭാഷാ വരത്തിലുള്ള പ്രാർത്ഥന. ഒത്തിരി ആളുകൾ ആ പ്രാർത്ഥന കണ്ടു. ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ അത് പ്രാർത്ഥിക്കാൻ നോക്കി. അവർക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. അവർക്ക് ഒത്തിരി പേര് അന്യഭാഷ വരം പ്രാപിച്ചു. അവരുടെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഒത്തിരി സാക്ഷ്യം എനിക്ക് വാട്സാപ്പിലൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിന് ശേഷം അന്യഭാഷാ വരത്തെ പറ്റി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു വാക്യം ഞാനിന്ന് രാവിലെ എനിക്ക് ഉച്ച സമയത്ത് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ വാക്യം വന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയെപ്പറ്റി എൻ്റെ മനസ്സിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്കിത് വീണ്ടും ഈ വചനത്തിലേക്ക് നമുക്ക് വരാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞ വാക്യം ഇതാണ്. സിസ്റ്റർ അത് അയച്ചിട്ടുണ്ടായിരുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ്: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ വചനം പറയുന്നു വിശുദ്ധ വംശം, വിശുദ്ധന്മാർ. നിങ്ങളോ, അപ്പം ആരെപ്പറ്റിയാണ് പറഞ്ഞേക്കുന്നത്? നിങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പം നിങ്ങളെ ബൈബിൾ വിളിക്കുന്നത് കള്ളനെന്നോ കൊലപാതകമെന്നോ പാപിയെന്നോ അനീതിക്കാരനോ എന്നല്ല. നിങ്ങളെ ബൈബിൾ വിളിക്കുന്നത് വിശുദ്ധനും വിശുദ്ധ വംശവും സ്വന്തം ജനമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് ഞാൻ എടുക്കാൻ വേണ്ടിയാണ് ആ വാക്യം എന്ന് വെച്ചത്. നിങ്ങൾ മരിച്ച് മൺമറഞ്ഞവരല്ല വിശുദ്ധന്മാർ, ജീവനോടെ ഇരിക്കും. അവരും വിശുദ്ധന്മാരാണ്, പക്ഷെ ജീവനോടെ ഇരിക്കുന്ന നിങ്ങളും വിശുദ്ധന്മാരെന്ന് ബൈബിൾ പറയുന്നു. ഇനി നിങ്ങളെ പറ്റിയാണ് ബൈബിൾ പറഞ്ഞത്. അന്യഭാഷാവരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അന്യഭാഷാവരം. ഒരു വിശ്വാസി ഈ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞാൽ അന്യഭാഷയുടെ ആ വചനം കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ആൾക്കാർക്ക് അവർ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. ദൈവം അവരെ അന്യഭാഷയിൽ നിറച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്.
നമ്മുടെ പ്രയറിൽ തന്നെ ലൈവായിട്ട് അന്യഭാഷ വരം പ്രാപിച്ചവരുണ്ട്. അന്യഭാഷയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷിജുപുത്രനോട് ഒരു സംശയം ചോദിച്ചായിരുന്നു. അദ്ദേഹത്തിനുള്ളിൽ ഒരു സംശയം വന്നു, ബ്രദറെ അന്യഭാഷ എങ്ങനെ പഠിക്കാം എന്നോട് അദ്ദേഹം ചോദിച്ചു. ഷിജുപുത്രനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹം വളരെ ആഗ്രഹത്തോടെ, അപ്പോൾ ഞാൻ ഷിജുപുത്ര പറഞ്ഞു, ഷിജുപുത്രറെ അത് പഠിക്കാൻ പറ്റത്തില്ല, നമുക്ക് ദൈവാത്മാവ് തരുന്നതാണ്. നിങ്ങൾക്ക് യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ അന്യഭാഷ പഠിക്കുക എന്നുള്ള വീഡിയോ ഉണ്ട്, കാണരുത്. എങ്ങനെ അന്യഭാഷ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള വീഡിയോ ഉണ്ട്, അത് കാണരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവേ അങ്ങയുടെ അന്യഭാഷ വരത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്താണ് അന്യഭാഷയുടെ പ്രത്യേകത? നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവിനെയും നിങ്ങളുടെ പ്രാർത്ഥനയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അന്യഭാഷ. അപ്പോൾ മനസ്സിലായോ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ആകെ 2 വാക്കേ വന്നുള്ളൂ. എനിക്ക് വലിയ കൊതിയായിരുന്നു അന്യഭാഷ വരത്തിന് വേണ്ടി, അന്യഭാഷ വരം കിട്ടാൻ വേണ്ടി. 2012 സമയങ്ങളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, 13-12 അന്യഭാഷ വരം ലഭിക്കാൻ വേണ്ടി ഞാൻ വളരെ ആഗ്രഹിച്ചു. ഞാൻ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് അന്യഭാഷ വരം തരണം. എന്നിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ യേശുവിൻ്റെ രക്തം ചെയ്യും, യേശുവിൻ്റെ രക്തം ചെയ്യും, യേശുവിൻ്റെ രക്തം ചെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാക്കുമായിരുന്നു. ഞാൻ വളരെ ആഗ്രഹത്തോട് പഠിച്ചു, കർത്താവ് എനിക്ക് എന്തെങ്കിലും കർത്താവ് തരണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ഉള്ളിൽ 2 വാക്ക് വന്നത്. 2 വാക്ക് അന്യഭാഷ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തല്ല, പക്ഷെ ആഗ്രഹത്തോടെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ വെച്ചാണ് പെട്ടെന്ന് പലതരം ഭാഷകളുണ്ട്, അത് നേരത്തെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതെനിക്ക് വന്ന് എങ്ങനെ കൊണ്ട് നിർത്തുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവ് ഇതെല്ലാം ലീഡ് ചെയ്യും. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ വേറൊരു അന്യഭാഷയ്ക്ക് പല തരത്തിലുള്ള അന്യഭാഷയുണ്ട്. മനുഷ്യൻ്റെ ഭാഷയുണ്ട്, അത് ഞാൻ നേരത്തെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് പലതരത്തിലുള്ള അന്യഭാഷ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ദൂതന്മാരുടെ ഭാഷയുണ്ട്, ദൈവവുമായിട്ട് സംസാരിക്കുന്ന അന്യഭാഷയുണ്ട്, ആർക്കും അറിയാൻ പറ്റാത്ത ദൈവത്തിന് മാത്രം അറിയുന്ന അന്യഭാഷയുണ്ട്. അപ്പോൾ ഇതിൽ പലതരം അന്യഭാഷയുണ്ട്. പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട, ദൈവമാണ് ഇത് തരുന്നത്. എനിക്ക് ലാസ്റ്റ് ഉണ്ടായൊരു അനുഭവം ഞാൻ പറയാം. ഒരു വ്യക്തിയുമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് ഒരു ആഫ്രിക്കയിലുള്ള ഒരു സഹോദരി വരാനിടയായിത്തീർന്നു. അപ്പോൾ ആ സഹോദരി ഒരു മറ്റു മതത്തിൽ, പക്ഷെ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വന്നു. അപ്പോൾ എനിക്ക് അത്ര അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉള്ള ലാംഗ്വേജ് എനിക്ക് അത്ര പോരായിരുന്നു. അപ്പം ഞങ്ങളിരുന്ന് സഹോദരിയോട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾ വേണ്ടി വന്നു. അപ്പം ഞാനിങ്ങനെ വേറൊന്നുമില്ല, കർത്താവ് എന്ത് ഇവരോട് പറയും, ഇവർ കുറച്ച് പ്രശ്നത്തിൻ്റെ അകത്തായിരിക്കുവാണ്, എങ്ങനെ ഇവരോട് സംസാരിക്കും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ അന്ന് ഞാൻ ശ്രദ്ധിച്ചു, കുറച്ചു നേരം ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അന്യഭാഷയിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ അന്യഭാഷയിലെ വാക്കുകൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ മനസ്സിൽ ഞാൻ ഇതുവരെ പറയാത്ത ചില വാക്കുകൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ ആ സഹോദരി ചോദിച്ചു, ആഫ്രിക്കനായിട്ടുള്ള ആ സഹോദരി ചോദിച്ചു, ഇന്ന കുറേ വാക്കുകൾ എനിക്ക് വന്നു അന്യഭാഷ പറഞ്ഞപ്പം. അതെന്താന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, ആ പറഞ്ഞതിൽ ഒരു വാക്ക് എൻ്റെ പിതാവിൻ്റെ പേരാണ്. അതായത് എനിക്ക് വാഗുകൊണ്ട് പറയാൻ പറ്റാത്തൊരു വാക്ക്. അവർക്കറിയാം, എനിക്ക് ആഫ്രിക്കൻസിൻ്റെ ഒരു പേരുകൾ വളരെ വളരെ എനിക്ക് നാവുകൊണ്ട് പറയാൻ പോലും പറ്റിയില്ല, ഒരു പേരാണ്. രണ്ടാമത്തത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അന്യഭാഷയിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് അവരുടെ ലാംഗ്വേജ്, ആഫ്രിക്കൻസ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ ചില ഗോത്ര ഭാഷകളുണ്ട്. ആ ഭാഷയിലുള്ള ചില പേരുകളെ അന്യഭാഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ട് അവരുടെ വിഷയങ്ങളെ അന്യഭാഷയിലൂടെ കർത്താവ് സംസാരിച്ചു. മനസ്സിലായോ? അന്യഭാഷയിലൂടെ അവരുടെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അവർക്ക് വലിയ വിശ്വാസമായി. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ സഹോദരിയുടെ ജ്യേഷ്ഠൻ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വർഷങ്ങളായിട്ട് ആ ഭവനത്തിൽ കയറാതിരിക്കുമായിരുന്നു ആഫ്രിക്കയിൽ. ആ സഹോദരി ഇപ്പോൾ ലണ്ടനിലാണ്. അപ്പം ഈ സഹോദരൻ വർഷങ്ങളായിട്ട് ഇവരുമായിട്ട് കണക്ഷൻ ഇല്ലായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ആ സഹോദരൻ തിരിച്ചു വന്ന് അമ്മയുമായിട്ട് സംസാരിച്ചെന്നുള്ളൊരു സാക്ഷ്യം പറയാനിടയിൽ തീർന്നു. അപ്പം ആലോചിച്ച് നോക്കി, അന്യഭാഷയുടെ ശക്തി കൊണ്ടോ അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് അന്യഭാഷയിലൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. ഇപ്പം മനസ്സിലായോ? അന്യഭാഷയുടെ ശക്തി കൊണ്ടോ
നമുക്കറിയാത്ത പല കാര്യം. ഇപ്പം ഞാനൊരു ഭാഷാവരം അത് മനുഷ്യൻ്റെ ഭാഷയിലൂടെ ദൈവം ഇടപെട്ടത്. ഇനി പല ടൈപ്പ് ദൂതന്മാരുടെ ഭാഷയുണ്ട്. ദൂതന്മാരെ കണക്ട് ചെയ്യുന്ന, ദൂതന്മാർക്ക് കമാൻഡ് കൊടുക്കുന്ന അന്യഭാഷയുണ്ട്. ആമേൻ. അപ്പം എൻ്റെ പല വിഷയങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് ഇന്ന വിഷയമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. എനിക്കൊന്ന് നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ ഞാൻ നിങ്ങളോടൊരു പ്രാർത്ഥനാ റിക്വസ്റ്റ് ഇത്രയും വർഷമായിട്ട് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണ് ഞാനിത് പറയാത്തതെന്നറിയാവോ? അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ വചനം പറയും. എൻ്റെ വിഷയങ്ങൾ പറയുന്നതിൽ ഏറ്റവും നല്ലത് ഞാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട വചനം പറഞ്ഞിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? പരിശുദ്ധാത്മാവ് എൻ്റെ വിഷയത്തെയും എൻ്റെ പ്രാർത്ഥനയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആ വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ പ്ലാനുകളെ കൊണ്ടുവരും. ആമേൻ. നമുക്ക് അതിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് കേൾക്കാൻ സന്തോഷമുണ്ടോ? ഉണ്ട്. ഉണ്ട് ഉണ്ട് ആമേൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് ബ്രദറെ ഞാനിപ്പോൾ വന്നേക്കുന്നത് എൻ്റെ ഒരു പ്രാർത്ഥന വിഷയം അതിലേക്കുള്ള അത് മാത്രമല്ല, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളെ ഒരു സാക്ഷിയാക്കുവാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു മർമ്മ വചനമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ അന്യഭാഷ എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് ബൈബിളിൽ ആദ്യമായിട്ടാണ്, പഴയ നിയമത്തിൽ അവിടെ ഇടങ്ങളിലായിട്ട് ചില ഹിന്ദികളുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ വാക്യം എടുക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധ ആത്മാവ് അവരുടെ മേൽ വന്നു. ഞാനിത് എന്തുകൊണ്ടാണ് വചനം എടുക്കാത്തെന്ന് ചോദിച്ചാൽ ആരെല്ലാം ഉണ്ട് അയച്ചു കൊടുത്തോ കേട്ടോ. ഇതിനകത്തുണ്ടെങ്കിൽ ആൾക്കാർ അയച്ചു കൊടുത്തു. നമ്മൾ ഓൾറെഡി അന്യഭാഷയെ പറ്റിയുള്ളൊരു ഒരു ടീച്ചിങ് ക്ലാസ് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇന്ന് നമ്മൾ ദൈവഹിതം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അന്യഭാഷയിലേക്ക് പോകാത്തത്. യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അന്യഭാഷയിലുള്ള പ്രാർത്ഥനകൾ 2-3 പാർട്ടായിട്ട് കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് പരിശുദ്ധ ആത്മാവ് അവരുടെ മേൽ വന്നിട്ട് അപ്പോസ്തലന്മാരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. അന്യഭാഷയിൽ സംസാരിച്ചിട്ട് മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന അന്യഭാഷയിലാണ് അവരാദ്യം സംസാരിച്ചത്. അതുകൊണ്ടാണ് യെരുശലേമിൽ കൂടി വന്നിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഇവർ എന്ത് ചെയ്തു, ദൈവത്തിന് അറേബ്യരും മേദ്യരും മെസപ്പൊട്ടോമിയരും അവർ വന്നിട്ട് പറയുകയാണ്, ഇവര് ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ പറയുക. അതായത് പത്രോസ്ലീഹായ്ക്ക് അറബി അറിയത്തില്ല, മെസപ്പൊട്ടോമിയരുടെയും മേദ്യരുടെയും ഇവരുടെ ലാംഗ്വേജ് അവർക്ക് അറിയത്തില്ല. പക്ഷെ അന്യഭാഷ വന്നപ്പം അവർ പറയാത്ത ലാംഗ്വേജിൽ അവർ പ്രവചിക്കാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു അനുഭവമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പം ഇതൊക്കെ അന്യഭാഷയിലുണ്ട്. ഇനി അന്യഭാഷയിൽ നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ പറയുന്ന അന്യഭാഷ ദൂതന്മാരെ നമ്മുടെ വിഷയത്തിലേക്ക് അയക്കുന്ന അന്യഭാഷയുണ്ട്. നമുക്കറിയത്തില്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ അന്യഭാഷ പറയുമ്പം ദൂതന്മാർ ആക്റ്റീവായിട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യും. ചില സമയത്ത് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ചില ഫീലിങ്സുകൾ നമുക്കുണ്ടാവും. ചില സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഇനി അന്യഭാഷാ വരത്തിന് വേണ്ടി നിങ്ങൾ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. അത് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു അന്യഭാഷ കാണാപ്പാഠം പഠിച്ചുള്ള ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ട ഒരു അന്യഭാഷ കാണാപ്പാഠം പഠിച്ചിട്ട് മണിക്കൂറുകൾ അന്യഭാഷ പറയാം, പക്ഷെ ഒരു ഫീലിങ്സും ഉണ്ടാകത്തില്ല. കാണാപ്പാഠം പഠിച്ചു പറയുന്നത് ഒരു ഫീലിങ്സ് ഉണ്ടാകത്തില്ല, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല, ആത്മീക വർധന ഉണ്ടാകത്തില്ല, പ്രത്യേകിച്ച് ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അപ്പം തന്നെ ഓർത്താൽ മതി അന്യഭാഷയിൽ എവിടെയോ വ്യത്യാസമുണ്ട്. അന്യഭാഷ പറയുമ്പോൾ നമുക്ക് മടുപ്പ് വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് മടുപ്പുകൾ വരും. നമ്മൾ അറിയാത്തൊരു ഭാഷ കുറേ നേരം അർത്ഥം അറിയാത്തതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കൊരു മടുപ്പ് വരും. പക്ഷെ തുടർന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ ചില ഫീലിങ്സ് വരും. ചിലപ്പോൾ നിങ്ങൾക്കൊരു സങ്കടം പോലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റാർക്കോ വേണ്ടി ആ അന്യഭാഷയെ ദൈവം ഉപയോഗിക്കുവാണ്. ഞാൻ അതിലേക്ക് കൂടുതലൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാകാൻ വേണ്ടി യൂട്യൂബിൽ ആ വീഡിയോ കാണണം കേട്ടോ, ആ അന്യഭാഷയെ പറ്റി. ഇന്ന് ഞാൻ ഇതിലേക്ക് പെട്ടെന്ന് അങ്ങ് പോവാണ്. പരിശുദ്ധ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പം ഈ ഉച്ചരിച്ചു കൂടാത്ത ഞെരക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അന്യഭാഷാ വരത്തെ പറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പക്ഷവാദം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഇനി ശ്രദ്ധിച്ചോണം, പരിശുദ്ധ ആത്മാവ് അന്യഭാഷയിലൂടെ നമ്മുടെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന അറിയാവോ? നമ്മളെ ദൈവഹിതത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ചില ആൾക്കാർ എൻ്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നു, എനിക്കറിയുന്ന ചില സഹോദരന്മാർ, അവരിങ്ങനെ ഞങ്ങൾ എവിടെയൊക്കെ പോകുന്ന വഴിക്ക് വലിയ ചില വീട് കണ്ട ഉടനെ പറയും,
ഞാൻ ആ വീടിനെ അവകാശമാക്കി പ്രാർത്ഥിക്കുന്നു പറയും. അത് ചിലപ്പോൾ നിങ്ങൾ ഇരിക്കും ബ്രദറെ, വലിയൊരു വീട് കാണുമ്പോൾ നല്ലൊരു വീട്ടിൽ താമസിക്കാൻ ആഗ്രഹമുള്ള ഏത് വ്യക്തി എന്ത് ചെയ്യും? ആ വീടിനെ അവകാശമായിട്ട് പറയും. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കാണുന്ന എല്ലാ വീടും നോക്കി വലിയ വീട് കണ്ട ഉടനെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ പ്ലാനുകൾ എൻ്റെ ജീവിതത്തിൽ എന്താണ്. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടൊന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ഇവിടെ പറയുകയാണ്, അറിയാവുന്ന വാക്യമാണ്. അബ്രഹാം പിതാവിനോട്, ഞാൻ ഈ വാചനം ജസ്റ്റ് നോക്കിയാൽ മതി, ഞാനതങ്ങ് പറഞ്ഞു വിടുവാണ്. അബ്രഹാം പിതാവിനോട് പറയുകയാണ്, യഹോവ അബ്രഹാമിനോട്, ഞാൻ നിന്റെ ദേശത്തും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നിന്നെ അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിച്ച് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്. ഇവിടെ വചനം പറയുകയാണ്, അബ്രഹാം തൻ്റെ ഭാര്യയെ സഹോദരനും മകനായ ലൂത്തിനെയും ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ചതും ആട്ടുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അബ്രഹാമിനോട് പറഞ്ഞു, വാക്തത്വമായ ഒരു കനാൻ ദേശമുണ്ട്, അല്ലെങ്കിൽ ഒരു വാക്തത്വം ഞാൻ നിനക്ക് തരാൻ പോകും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഒരു പ്രോമിസ്. ഞാൻ പലപ്പോഴും ഓർത്തുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് കൽദേറ പട്ടണമായ ഊരിൽ താമസിക്കുന്ന അബ്രഹാമിനെ ആ നാട്ടിൽ കൊണ്ടുവന്ന് ആ നാട്ടിൽ ദൈവം അനുഗ്രഹിക്കാതെ അവിടെ നിന്ന് പുറപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വാക്തത്വത്തിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ട്? എപ്പോഴും ഓർത്തോണം, ദൈവത്തിൻ്റെ പ്ലാൻ ഞാൻ ബുദ്ധിയിൽ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറയും, നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളിൽ ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം എന്നെ മാറ്റിയിരിക്കുന്നത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നിങ്ങളോട് ശുശ്രൂഷിക്കുമെന്നോ ഇങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നോ എൻ്റെ സ്വപ്നത്തിലില്ലായിരുന്നു ഒരു ലൈഫ് സ്റ്റൈല്. ആമേൻ. ഒരു കാലഘട്ടത്തിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ കാൽച്ചുവട്ടിലാക്കി ദൈവം തന്നിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളെ ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്ന തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികളെ അറിയത്തില്ല. നമ്മൾ ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കും. നമ്മൾ കർത്താവിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനുകളുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകും. ശ്രദ്ധിച്ചോണം, ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്താൽ ഒരു ഗുണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ നാട്ടുകാരും വീട്ടുകാരും നോക്കുന്നവരൊക്കെയും അതിശയത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് മാറും. ഇവിടെ നോക്കിയോണം, അബ്രഹാമിയുടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, തെക്കോട്ടും വടക്കോട്ടും ഒക്കെ അനുഗ്രഹിക്കും എന്നൊക്കെ ദൈവം പറഞ്ഞിട്ട്, ശ്രദ്ധിച്ചോണം, ദൈവം അവരെ താൻ ആയിരിക്കുന്ന പട്ടണത്തിൽ നിന്നും പുറത്തെടുത്തു. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റേ, കർത്താവേ, ദൈവത്തിന് എന്തുകൊണ്ട് അബ്രഹാമിനെ താൻ ആയിരിക്കുന്ന കൽദേറ പട്ടണമായി ഊരിൽ നിന്നും തൻ്റെ പിതാക്കന്മാരും ചാർച്ചക്കാരും സ്വന്തക്കാരും ഉള്ള സ്ഥലത്ത് വെച്ച് എന്തുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹിച്ചു കൂടാ? നിങ്ങൾക്ക് ചോദിക്കാൻ മേലെ. അപ്പൊ കർത്താവ് തിരിച്ചു പറയും, നിന്റെ വിചാരങ്ങളല്ല, യെശയ്യാ പുസ്തകം ഞാൻ പറഞ്ഞത്, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, ആകാശം ഭൂമിക്ക് മീതെ നിൽക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളല്ല. അപ്പൊ ദൈവത്തിൻ്റെ പ്ലാൻ എൻ്റെ പ്ലാൻ അല്ല. മനസ്സിലാക്കണം, നിങ്ങൾ ആ പ്ലാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാൻ. എപ്പോഴും ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതത്തിനുള്ളതാണോ? അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, കാണുന്ന എല്ലാം നമ്മൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. ദൈവത്തിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ നമുക്ക് നിരാശ ഉണ്ടാവും. ആദ്യം നമ്മൾ കണ്ടെത്തണം, ദൈവമേ അങ്ങയുടെ ഹിതം എന്താണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് വചനം. ഇപ്പം വചനം നോക്കിയ സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയാം, നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഒരു രോഗത്തിലിരിക്കുക, ഡോക്ടർ പറഞ്ഞു 6 മാസം കൂടെ നിങ്ങൾ ജീവനോടിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ സാധ്യതയില്ല, നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് നിങ്ങൾ എല്ലായിടത്തും പോയി പറഞ്ഞു, ഞാൻ മരിക്കാറായി, ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സഹോദരി ഇട്ടിട്ടുണ്ട്, യെശയ്യാ പുസ്തകത്തിൽ ആ വാക്ക് ഇട്ടിട്ടുണ്ട്, 53-ാം അധ്യായത്തിലെ. അപ്പോൾ നിങ്ങൾക്കിപ്പം ഉദാഹരണം പറയുവാണ്, നിങ്ങൾ രോഗിയായിട്ട് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കൂ, ഇനിയിപ്പോൾ എന്നാ വയസ്സായി, ഇനിയിപ്പോൾ രോഗവും മാറത്തില്ല, ഇനി എൻ്റെ വിഷയം തീരത്തില്ല, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിരിക്കും. പെട്ടെന്ന് ബൈബിൾ തുറക്കുന്ന സമയത്ത് നിങ്ങൾ കാണുകയാണ്, കർത്താവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നത്. ഇത് ദൈവത്തിൻ്റെ പ്ലാനാണ്, ഇത് ദൈവത്തിൻ്റെ ഹിതം. അപ്പൊ നിങ്ങളുടെ മനസ്സ് പറയുന്നു ഞാൻ മരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ പറയുന്നു ജീവിക്കും സൗഖ്യത്തോടെ. അപ്പൊ പക്ഷെ എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല ബ്രദറെ. നമ്മുടെ ചിന്ത അതാണല്ലോ. കാര്യം ശരിയാണ്, ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ആരോഗ്യമാണ്,
ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ സൗഖ്യമാണ്. പക്ഷേ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുവാണല്ലോ. എനിക്കെങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും? ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ ഇത് കേട്ട് മൂവ് ചെയ്യുക എന്നുള്ളത്, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായിക്കോണം. നമ്മളൊരു വചനം കേട്ടാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് വലിയ പ്ലാനാണ്. ഒന്നാമത്തെ റെസ്പോണ്ടിങ് ആണ് ആ വചനം ഏറ്റുപറയുക. ഒരു വചനം നമ്മൾ പറയുമ്പോൾ നാം ആ വചനത്തെ അംഗീകരിക്കുന്നു എന്ന അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാം നമ്മൾ പറയാറുണ്ടോ? ഇല്ല. നമ്മൾ വചനം പറയുമ്പോൾ നാം ആ വചനത്തെ അംഗീകരിക്കുന്നു. 2, ഈ വചനം പറയുന്ന സമയത്ത് നമ്മൾ പലവിധമാകുന്ന മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങൾക്ക് സങ്കടം വരും, ചിലപ്പോൾ സന്തോഷം വരും, ചിലപ്പോൾ സമാധാനം ഇല്ലാത്ത അവസ്ഥ വരും, നിരാശ വരും, തോൽവിയുടെ അവസ്ഥ വരും, നമുക്ക് ഭയം വരും, ഒറ്റപ്പെടൽ വരും. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്തുണ്ടാകുമെന്നറിയാവോ? അവിശ്വാസവും നിരാശയും സങ്കടവും ഒക്കെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കർത്താവേ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടും ഞാൻ തളർന്നു പോകുവാണല്ലോ, കരകയറാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ തളർന്നു പോയതിനു ശേഷം നമ്മുടെ പ്രാർത്ഥനയെ അത് ബാധിക്കും, നമ്മുടെ ജീവിതത്തെയൊക്കെ അത് ബാധിക്കും. ആ സമയത്താണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ റോമാലേഖനത്തിലേക്ക് ആ വാക്യത്തിലേക്ക് വരാം. ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തൂണ നിൽക്കുന്നു. അതായത് എനിക്കറിയത്തില്ല, ഞാൻ വളരെ മാനസികമായിട്ട് തളർന്നിരിക്കുക, എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോവുക. ബ്രദറെ, ഏത് വചനം പറയണമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഒരു വചനവും എൻ്റെ മനസ്സിൽ വരുന്നില്ല, ഒരു വാക്കുപോലും എൻ്റെ നാവിൽ വരുന്നില്ല. സങ്കടം കൊണ്ട് നിരാശ കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുവാണോ? ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയാവോ? പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങളുടെ അകത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ ബലഹീനതയിൽ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവ് എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങൾക്ക് ബലഹീനതയിൽ തുണ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്, ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് ആസ് ഇൻ അവർ വീക്ക്നെസ്. പരിശുദ്ധാത്മാവ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയെന്നറിയാവോ? വേണ്ടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ ഈ നിമിഷം എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. കർത്താവേ, ഇന്ന് ഞങ്ങൾ സ്പർശിക്കുന്നപ്പ, തൊടുന്നു, ആത്മാവിൽ ഞങ്ങൾ അവരെ തൊടുന്നപ്പ. അവരുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആകട്ടെ. അടച്ചു വെച്ചിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ചില പിശാചുക്കളാൽ നിറഞ്ഞിരിക്കുന്ന ചില ബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറ്റിയുള്ള ദൈവം. നിധിനെ ദൈവം സ്പർശിക്കുക. നമ്മുടെ കർത്താവിനെ കാണിക്കുന്ന നിധിനെ പലപ്പോഴും അവനൊരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു കാഴ്ച കാണും. യേശുവിൻ്റെ നാമത്തിൽ അതൊരു ബ്ലൂ കളറുമായിട്ട് ബന്ധപ്പെട്ടൊരു വണ്ടിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അനർത്ഥം വിട്ടുഒഴിയട്ടെ. അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന ചില കുരുക്കുകളെ ഞങ്ങൾ ഇപ്പോൾ പൊട്ടിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. യേശുവേ, യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ ദൈവാത്മാവ് രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് പ്രാർത്ഥിക്കും. രേണുവിൻ്റെ ഒരു മോളെ ഞാൻ കാണുന്ന, മോളെ എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മോള, അതായത് എടുക്കാൻ അത്രയ്ക്ക് പ്രായമുള്ള, എടുത്ത് തോളയിൽ വെക്കാൻ പറ്റുന്ന പ്രായത്തിലിരിക്കുന്ന ഒരു മോളുള്ള രേണുവിനെ കർത്താവിനെ സ്പർശിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ദിവസങ്ങളിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ ചോട്ടെ ഒരിക്കലും മാറത്തില്ലെന്ന് പറയും. മരിച്ച ഡെഡ് ബോഡി ഉയർക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി അവിടെ കിടക്കുന്നു കേട്ടോ. മരിച്ചതിനെ ഉയർപ്പിക്കാൻ പറ്റുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ വിഷയം വലിയതല്ല. അതാണ് നമ്മുടെ ബലം. മരിച്ചതാണ് ഏറ്റവും വലുത്. അതിനെ തമ്പുരാൻ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ പിന്നെ തമ്പുരാൻ്റെ മുമ്പിൽ നിങ്ങളുടെ വിഷയം ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കാണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിൽ വേണ്ട, എൻ്റെ ബ്രദറെ, എൻ്റെ വിഷയം വലിയതല്ല. ഡെഡ് ബോഡി ഉയർപ്പിക്കാൻ കർത്താവിന് പറ്റും. എൻ്റെ വിശ്വാസം മതി. ഡെഡ് ബോഡി ഉയർപ്പിക്കുന്ന ദൈവത്തിന് എൻ്റെ പ്രശ്നത്തെ അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, മുട്ടുകൊടുക്കാൻ. അല്ലാതെ മുട്ടുകൊടുക്കാനല്ല കേട്ടോ. നിങ്ങൾ ഇരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മനസ്സിൽ ആദ്യം പറയട്ടത് മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നത്. ജീവനുള്ള എന്നെ എത്ര അധികം ചെയ്യാൻ പറ്റും ദൈവത്തിന്. പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഞാൻ ചോദിക്കുവാണ്, ആർക്കെങ്കിലും നിങ്ങൾക്ക് ഒരു ഭാഷാവരം, ഒരു വാക്കെങ്കിലും ആരുടെയെങ്കിലും ഹൃദയത്തിലോ നാവിലോ ലഭിച്ചുവെങ്കിൽ മടികൊണ്ട്, അല്ലെങ്കിൽ അത് സംശയമാണ്, ബ്രദറെ എനിക്ക് ഇത് കർത്താവിൻ്റെ തന്നെയാണോ? സംശയം വേണ്ട, അത് റിലീസ് ചെയ്തോ. എനിക്ക് ഉറപ്പാണ് ആരുടെയൊക്കെയോ ദൈവം സ്പർശിച്ചിട്ടുണ്ട്, ലൈവിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഉണ്ടെങ്കിൽ മാത്രം പറയാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. അത് ചോദിച്ചതിന് ശേഷം ഞാൻ പറയട്ടെ ബ്രദറെ? പറഞ്ഞു.
പറഞ്ഞോട്ടെ ബ്രദറെ, അതാണോ എനിക്കറിയില്ല. റാബാറി ബാറൗഡാറങ്ങാറി ബാഹന്തരഗന്തരഗാറാബാറി ബാറി ബാറി കാറി ബാറി ബാറൗഡാറൗഡാറൗഡാ ഗന്തരഗന്തരഗന്തരഗന്തര റാഫാറി ബാറി ബാറം 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 ബാറ ഹറ ഹറ. സിസ്റ്റർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണോ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അന്യഭാഷ വന്നവർ നിങ്ങൾ കഴിവതും ലൈവിൽ, എനിക്കറിയാം നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് ഇത് വന്നു കഴിയുമ്പോൾ. ലൈവിൽ നമ്മൾ അന്യഭാഷ, ഞാൻ പോലും പലപ്പോഴും അന്യഭാഷ ലൈവിൽ ഞാൻ പ്രാർത്ഥിക്കാറില്ല. സഹോദരി എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് അത് പറഞ്ഞത്. സിസ്റ്ററെ, ആദ്യമായിട്ടാണ് സിസ്റ്റർക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത്? ആദ്യമായിട്ട് ഇത് കിട്ടിയോ ആരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഹലോ, ഭാഷ പറയണ്ട, നിങ്ങൾക്ക് ലഭിച്ച ലാംഗ്വേജ് പറയണ്ട, ആദ്യമായിട്ട് ലഭിച്ച ആരെങ്കിലും ഉണ്ടോ? റിസൾട്ടാണ് അന്യഭാഷ നിങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ട് പുതുതായി ലഭിച്ചവര്? എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടി? അതാര്? ഒരു സംശയം ചോദിക്കട്ടെ? ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചു. അതെ, ഇപ്പൊ ഈ 21 days അന്യഭാഷാ വരത്തിന്റെ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില് ഞാനുണ്ടായിരുന്നു, 2 ദിവസം അറ്റൻഡ് ചെയ്തു. അപ്പൊ എനിക്ക് അതിനകത്ത് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വ്യൂസിനെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചല്ല. ഒരിക്കലും അന്യഭാഷ ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് കൂടരുത് ഞാൻ പറഞ്ഞത്. അന്യഭാഷയെ പറ്റിയുള്ള സ്റ്റഡികൾ ഇഷ്ടം പോലെയുണ്ട്. എങ്ങനെ അന്യഭാഷ വരപ്പം ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മളൊരു ബൈബിൾ സ്റ്റഡി, എങ്ങനെ അന്യഭാഷ ലഭിക്കാം, പരിശുദ്ധാത്മാവ് ലഭിക്കും, നമ്മൾ ചോദിക്കുന്നു. ഒരിക്കലും ഇപ്പം ഞാൻ അന്യഭാഷ പറഞ്ഞിട്ട് ഞാൻ പറയും ഇതുപോലെ അന്യഭാഷ പറ എന്ന് പറയുന്നത്, അങ്ങനത്തെ ടീച്ചിങ്ങുകളെ ഞാൻ പറഞ്ഞത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒത്തിരി ടീച്ചിങ്ങുകളുണ്ട് യൂട്യൂബിൽ, അങ്ങനെ പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. വേറെ ഇഷ്ടം പോലെ നമുക്ക് കൂടാം, 21 ദിവസമോ 41 ദിവസമോ എത്ര കൊണ്ട് നമുക്ക് കൂടാം, അതല്ല ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചോണം, എല്ലാവരും ഞാൻ പറയുകയാണ്, ഒരാൾ പഠിപ്പിച്ചു തരാം എന്ന് പറയുന്നത് കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നതല്ല. അവിടെ ആ ക്ലാസ് കഴിയുമ്പം അവിടുത്തെ സഹോദരൻ ആരാണ് ക്ലാസ് എടുക്കുന്നത് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ പറഞ്ഞോളൂ, ആത്മാവാണ് തരുന്നത്, അങ്ങനെ പറയുന്നതാണ് ഒറിജിനൽ, അല്ലാതെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ അല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ ഒരാളും അന്യഭാഷ വരം കിട്ടിയവരാരും ഭാഷ പറയരുതെന്ന് പറയാൻ കാരണം, ലൈവിൽ നിങ്ങൾ പറയരുത്. ഇത് നമുക്ക് പേഴ്സണലി പറയാനുള്ളതാണ്. അന്യഭാഷ ഒരിക്കലും പബ്ലിക്കായിട്ട് പറയരുത്. ബൈബിൾ വ്യക്തമായി പറയുന്നു, പബ്ലിക്കായിട്ട് അന്യഭാഷ പറയരുത്, വ്യക്തിപരമായിട്ടേ പറയാവുള്ളൂ. ഒരിക്കലും നിങ്ങൾ പബ്ലിക്ക് പറയരുത്. കേട്ടോ സിസ്റ്ററെ? സിസ്റ്റർ കൂടിക്കോ, അതിൽ ബലപ്പെടുക, പക്ഷെ ശ്രദ്ധിക്കുക, ഇത് മനസ്സിൽ ഉറപ്പിച്ചോണം. ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിപ്പിക്കരുത്. അതിന് ഇമിറ്റേറ്റ് എന്നാണ് ഏറ്റു പറഞ്ഞ് പഠിപ്പിക്കുന്നതൊന്നും അന്യഭാഷയല്ല, ദൈവം തരുന്നത്. കേട്ടോ? കർത്താവിലേക്ക് മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു സെക്കൻഡ് ഷിജോ പറഞ്ഞു. എനിക്ക് പഠിക്കണം. അതെ, നോക്കി. പിന്നെ ബ്രദർ തന്നെ എന്നോട് വേണ്ടാന്ന്. പിന്നെ ഞാൻ ഈ രാത്രിയൊക്കെ പ്രാർത്ഥന ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ലയിച്ച് നിൽക്കുമല്ലോ, ബോധമില്ലാതെ പ്രാർത്ഥിക്കല്ലോ. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ പറയാൻ പറ്റും നമ്മളെ കൊണ്ട്. പ്രാർത്ഥന ശക്തിപ്പെടുത്തി നിൽക്കുമ്പോൾ. ആമേൻ, തീർച്ചയായിട്ടും. സുജുബദറിനാണ് ചോദ്യം ചോദിച്ചത് എന്നോട്, എങ്ങനെ പഠിക്കാന്നുള്ളത്. പിന്നെ സുജുബദർ പറഞ്ഞായിരുന്നു പഠിക്കാൻ പറ്റുന്നതല്ല, ദൈവം തരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലെസ് യു ബ്രദർ. അത് പ്രാർത്ഥിക്കാം, നമ്മുടെ സകല വിഷയങ്ങളും തുറക്കുന്ന പ്രാർത്ഥനയാണിത്. വരും ദിവസങ്ങളിൽ ദൈവം നമുക്ക് അനുവദിച്ചാൽ കൂടുതൽ അതിനെപ്പറ്റി പറയുവാൻ, ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു മാനുഷിക സ്റ്റഡി അല്ല വേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ ബൈബിൾ സ്റ്റഡിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വിഷയം ഇച്ചിരി കട്ടിയേറിയ വിഷയമാണിത്. അതുകൊണ്ട് കർത്താവ് മുന്നോട്ട് നടത്തുമെന്ന് ഞാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണത്. കർത്താവ് നടത്തും. ഗോഡ് ബ്ലെസ് യു. മറ്റാർക്കെങ്കിലും ലഭിച്ചോ? വേഗത്തിൽ പറഞ്ഞു. പുതുതായിട്ട് ലഭിച്ചവര് നിങ്ങൾ മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? ബ്രദറെ, എന്തോ ബ്രദറെ, എന്റെ മോന്റെ ആണെന്ന് പറഞ്ഞത്. ഓഗസ്റ്റ് 6 എന്ന് പറഞ്ഞില്ലായിരുന്നു അനുഗ്രഹിക്കുന്നു പറഞ്ഞ്? ഓഗസ്റ്റ് 6 ഇപ്പം എന്റെ മോന്റെ മോനാണ്. മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? കർത്താവ് അവനെ തൊട്ടിരിക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുക. അവനെ തൊട്ടിരിക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ കർത്താവ് വരും ദിവസങ്ങളിൽ കർത്താവിന്റെ സുരക്ഷിതമായിട്ടുള്ള ഒരു കരത്തിലേക്ക് സൗണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്ത ദൈവത്തെ മൈക്ക് ദിവസങ്ങളിൽ കർത്താവ് സുരക്ഷിതമായിട്ട് അവനെ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ കൃപാവരങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തുന്നതെല്ലാം നിങ്ങൾ ഈ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ഇതുമെല്ലാം ഇതിൽ ഉൾപ്പെട്ട് വരും. നിങ്ങളുടെ കൃപാവരങ്ങൾ ജ്വലിക്കും, നിങ്ങൾക്ക് വിഷൻസ് കാണാൻ പറ്റും,
ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല പലരുടെയും കാര്യങ്ങളൊക്കെ സ്പിരിച്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സ്പിരിച്വൽ ഐസിനെ പറ്റി ഒരു പ്രാവശ്യം എടുത്ത സമയത്ത് എനിക്കൊന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ പാർട്ടുകളായിട്ട് പല സ്ഥലങ്ങളിൽ കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് അത് സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഇല്ലാത്തവർ നിങ്ങളത് നോക്കിയാൽ മതി, യൂട്യൂബിൽ കിടപ്പുണ്ട് ക്ലാസ്സുകളൊക്കെ. അപ്പോൾ സിസ്റ്ററെ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് ആമേൻ. അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ലഭിക്കാത്തവര് ബ്രദറെ നിരാശപ്പെടരുത്. ബ്രദറെ എന്തോ ബ്രദറെ ഒരു മിനിറ്റ്. ഉം, ഹലോ. പറഞ്ഞു. ആ ശ്രേയ 2 ദിവസം മുന്നേ ശ്രേയ പ്രാർത്ഥിക്കുമ്പം ശ്രേയ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു. ഉം. തീർച്ചയായിട്ടും സിസ്റ്ററെ, അന്യഭാഷാവാരം ലഭിക്കും, നമുക്ക് പല ഞാൻ രീതിയിൽ അപ്പൊ ലഭിക്കും. എനിക്കത് അപ്പൊ എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. അപ്പൊ ഞാൻ അവള് പറയുന്നത് തന്നെ ശ്രദ്ധിച്ചിങ്ങനെ കേട്ടു. അപ്പോ ഉം, അവളിങ്ങനെ പറയുന്ന എന്താ എനിക്കറിയില്ല, അത് എന്താ സംസാരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവള് ഏതൊക്കെയോ ഭാഷ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അധികമൊന്നുമില്ല, ഒരു 3-4 കാര്യങ്ങൾ അവളിങ്ങനെ ഉം. പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ വിഷയങ്ങൾ എനിക്കുണ്ട്. അതിലൊരു വിഷയമാണിത്. അപ്പോൾ ഇത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുക, നമുക്ക് ക്രിസ്തുവിലേക്ക് നമ്മളെ കൂടുതൽ വളർത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ, ബൈബിൾ സ്റ്റഡികളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇത് കൂടുതൽ നിങ്ങൾ കേൾക്കുക. നമുക്ക് ഒരുമിച്ച് ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം ആ വിഷയത്തെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇതിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റിനി എത്ര എത്ര വലിയ വിഷയമാണെങ്കിലും ഞാൻ പറയുന്നു, അയ്യോ ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥന, അർജൻറ്റ് പ്രയർ ആണെങ്കിൽ പോലും ഞാൻ പറയുന്നു, ഈ പ്രാർത്ഥനയിലിടയിൽ നമ്മൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ചാ നിങ്ങളുടെ വിഷയം. ഇനിയിപ്പോൾ നിങ്ങൾ പറയാം ബ്രദറെ ഞാൻ ആ വിഷയം പറഞ്ഞില്ല, വേണ്ട, നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിഷയം ഇരിക്കുമ്പോൾ തന്നെ ആ വിഷയത്തെ ദൈവം തൊടുവായിരുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പരീക്ഷയുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാൻ പോണത്. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് എത്ര അർജൻറ്റായിട്ടുള്ള വിഷയമായിക്കോട്ടെ, ലോകത്തിൽ മുമ്പിൽ ഇനി സമയമില്ലാത്ത വിഷയമായിക്കോട്ടെ, രോഗശക്തി ആയിക്കോട്ടെ, പിശാചിൻ്റെ ഉപദ്രവം ആയിക്കോട്ടെ, സകലത്തെയും ഈ ദിവസങ്ങളിൽ ഇന്ന് എങ്ങോട്ട് മൂവ് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ആൾക്കാർ തന്നെ കേൾക്കുന്നുണ്ട്. റൈറ്റ് മൂവിലേക്ക് ഞങ്ങളെ ലീഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ കർത്താവ് ലീഡ് ചെയ്യാൻ പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒന്ന് സ്വീകരിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ഇടപെടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ആനന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ആനന്ദുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ചന്ദ്രക്കല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ചിത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ചന്ദ്രക്കല ഉള്ള ഒരു ചിത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ആനന്ദുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചിത്രം ഞാൻ കാണുന്നു. ആ ഒരു പിക്ചർ പോലെ ഞാൻ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിലെ കുടുംബത്തിൻ്റെ മേൽ സ്വസ്ഥത ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കും. രോഗത്താൽ ഭാരപ്പെടുന്നവർ വിട്ടുകൊടുക്കരുത് കേട്ടോ. ഈ ദിവസങ്ങളിൽ സൗഖ്യം എൻ്റെ അവകാശമാണ്. ഞാൻ രോഗിയാകുന്നത് യേശുവിന് ചിരിക്കാൻ പറ്റത്തില്ല, യേശുവിന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സൗഖ്യം ആഗ്രഹിക്കുന്ന യേശു. അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിൽ പെടണം. കർത്താവെ, ഞാൻ രോഗിയായി സ്ട്രഗിൾ ചെയ്യുമ്പോൾ യേശു സങ്കടപ്പെടുക. കർത്താവിന് ദൈവത്തിൻ്റെ ആഗ്രഹം എൻ്റെ സൗഖ്യം തന്നെയാണ്. യേശുവിൻ്റെ ആഗ്രഹം എൻ്റെ അത്ഭുതം തന്നെയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവർ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടല്ലേ. അവർ കരയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും? ഇല്ല. അവർ ചിരിക്കാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാനാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ സന്തോഷത്തിന് മറുകണ്ഠം നിൽക്കുന്ന രോഗമായിക്കോട്ടെ, അസമാധാനക്കേടായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ, കുടുംബ വിഷയമായിക്കോട്ടെ, ഭാവി വിഷയമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളതിനെ വെട്ടി രണ്ടാക്കി മാറ്റുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അത്ഭുതത്തിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ലിയോൺ എന്നൊരു പേര് ഞാൻ കാണും. LEO, ലിയോൺ എന്നൊരു പേര് ഞാൻ കാണുവാണ്. ലിയോൺ ഉള്ള ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ടൊരു കാഴ്ച കാണുന്നു. ലിയോൺ ഉള്ളൊരു ഭവനത്തെ വരും ദിവസങ്ങളിൽ ഒരു കല്യാണത്തിന് വേണ്ടി ആ കുടുംബം, ആ വ്യക്തിയുടെ കല്യാണമല്ല, ലിയോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ഒരു കല്യാണ ക്ഷണം ആ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്.
ഇച്ചിരി നീണ്ടുള്ള ക്ഷണമാണ്. പക്ഷേ ഈ കല്യാണവുമായിട്ട് ലിയോണിന് ബന്ധമില്ല. ലിയോന്റെ കുടുംബത്തിൽ വന്ന ഒരു ക്ഷണം, ഒരു അടയാളം പോലെ കാണിക്കുവാണ്. അതിന് മുമ്പ് കർത്താവ് പറയുന്ന കല്യാണത്തിന് മുമ്പ് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു സന്തോഷം തരുന്ന ഒരു റിസൾട്ട് അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. വലിയ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. പറഞ്ഞു. ലിയോൺ എന്ന് പറഞ്ഞത് എന്റെ കസിനുണ്ട്, അതായത് എന്റെ അപ്പന്റെ മൂത്ത ചേട്ടന്റെ മൂത്ത മകളാണ്. അവർ ലിയോൺ അവരുടെ മകനാണ്. അമ്മയും മകനും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. ഭർത്താവും മരിച്ചുപോയി. പിന്നെ ഇളയൊരു അനിയനുണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു, അവരും മരിച്ചുപോയതാണ്. അമ്മയും മകനും മാത്രമേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എന്തായാലും അത് അവന്റെ കുടുംബത്തിലേക്കാണ് എന്ന് ഞാൻ കരുതി കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്തോത്രം. ആമേൻ. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു. ആ മകനെ കർത്താവ് കുടുംബത്തെ ദൈവം തൊടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വലിയൊരു ദൈവപ്രവർത്തിയിലേക്ക് ദൈവം ഒരുക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് രണ്ടുകൂടെ ക്ലാഷ് ആകുന്നുണ്ട് സൗണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്യുവാണേ. ആനന്ദ് എന്ന് പറഞ്ഞത് ആനന്ദ് പറയുന്നത് പറഞ്ഞു. ആനന്ദ്, എന്റെ മകന്റെ പേര് സജയ് ആനന്ദ് എന്നാണ്. അവനെ കർത്താവ് സ്പർശിക്കും. ആനന്ദിന്റെ ഞാനൊരു ഒരു ചിത്രവും കൂടെ കണ്ടു. നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും അവന്റെ ശരീരം മൊത്തം അവൻ ടാറ്റു അടിച്ചിട്ടുണ്ട്. ഈ ചന്ദ്രക്കല പോലിരിക്കുന്നേ ശിവന്റെതും പിന്നെ അങ്ങോട്ട് തെയ്യത്തിന്റെ ഒക്കെ അടിച്ചിട്ടുണ്ട്. ചന്ദ്രക്കല പോലത്തെ ചിത്രം ഞാൻ കണ്ടിരുന്നത്. ശിവന്റെ കയ്യിൽ അടിച്ചിട്ടുണ്ട്. അതിലൊരു ചന്ദ്രക്കല പോലെ ഉണ്ടോ? എനിക്ക് കണ്ടില്ല ഞാൻ ചിത്രം. ഞാൻ കണ്ടത് ചന്ദ്രക്കല നോക്കൂ, ഒരു ചന്ദ്രക്കല പോലെ ആണല്ലേ. അവനെ കർത്താവ് തൊടുവാകട്ടെ. ഒരു ചന്ദ്രക്കല പോലത്തെ ഒരു ചിത്രം. ചന്ദ്രക്കല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചിത്രം പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞ ഒരു ചിത്രം ഞാൻ കാണുന്നു. അവന്റെ ശരീരത്തിൽ അതങ്ങ് ഉണ്ടെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയൊരു അനർത്ഥത്തിൽ നിന്ന് ദൈവം അവനെ സൂക്ഷിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പ്രാർത്ഥിച്ചു. പേര് പറഞ്ഞിരുന്നോ? ബ്രദറെ ജിതിന്ന് പേര് പറഞ്ഞിരുന്നോ? തുടക്കത്തിൽ ഒരു ബൈക്ക് നിതിനാണോ? ജിതിനല്ല അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ ആദ്യമായിട്ട് സൂമിൽ കയറുന്നത്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. നിങ്ങൾ കഴിവതും ഒരു സെക്കൻഡ് പറഞ്ഞു. ഒരാൾ പറയുമ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തോ ഞാന് യൂട്യൂബിലാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ മകന്റെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സൂമിൽ കയറിയതിനു ശേഷം എന്റെ ഭർത്താവിന്റെ പേര് വെളിപ്പെടുത്തി. അവരിപ്പോ ഇല്ല എങ്കിലും എന്റെ ഭർത്താവിന്റെ പേരാണ് വെളിപ്പെടുത്തിയത്. അതിനുശേഷം എന്റെ പേരും കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു അത്ഭുതം തന്നെ സിസ്റ്റർ. നിങ്ങൾ കേട്ടോണം, യൂട്യൂബിൽ വെച്ചാണ് സിസ്റ്റർ പ്രാർത്ഥന കേൾക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ പോകുന്ന ഒരു സംഭവമല്ല. ലോകത്തിൽ ഇഷ്ടംപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ വരുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ തന്നെ കാണാനും സിസ്റ്റർ പറഞ്ഞത് തന്നെ മോന്റെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തി. സിസ്റ്റർ കാണുന്ന സമയത്ത് സിസ്റ്ററുടെ പേര് വെളിപ്പെടുത്തി, ഹസ്ബൻഡിന്റെ പേര്, അപ്പൊ കുടുംബത്തെ മുഴുവനും ദൈവം വെളിപ്പെടുത്തി. അതിന്റെ അർത്ഥം സിസ്റ്റർ എപ്പോഴും ഓർത്തോണം, ദൈവം ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ദൈവം നമ്മളെ ലൊക്കേറ്റ് ചെയ്യുക. കർത്താവ് നമ്മളെ നോക്കുവാണ്. എന്തിനാണ് അറിയാവോ? യേശുവിനോട്ട് അടുക്കാനും ദൈവത്തിലുള്ള ചില പ്ലാനുകളെയും അനുഗ്രഹത്തെ നമ്മുടെ ഭവനെ തുറക്കാനാണ്. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മ ആചരിച്ചോണം. ഞാൻ ഇങ്ങനോട് നിർബന്ധമായിട്ട് ആദ്യമായിട്ട് പറഞ്ഞത്, നിർബന്ധമായിട്ടും നിങ്ങൾ കൂട്ടായ്മ ആചരിച്ചോണം. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് തിരിക്കാൻ വേണ്ടി പോവാ കേട്ടോ. ബലപ്പെട്ടോണം. സിസ്റ്ററെ കൂട്ടായ്മ ആചരിക്കുക കേട്ടോ. ആദ്യമായിട്ടല്ലേ കയറുന്നത്. ഇനി മുതൽ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ സിസ്റ്റർക്ക് ഒന്ന് അയച്ചു കൊടുത്തേക്കണം. അതിൽ സിസ്റ്റർ ജോയിൻ ഇപ്പൊ വരും ഗ്രൂപ്പിന്റെ ലിങ്ക് ആരെങ്കിലും അയച്ചു കൊടുത്തേ സിസ്റ്റർ അത് ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും നമ്മുടെ സൂം പ്രയർ ഉണ്ട്. നമ്മുടെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വരും. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. ചിലപ്പോൾ നമ്മുടെ വ്യാഴാഴ്ച നമ്മുടെ പ്രാർത്ഥന, എല്ലാവരും കുറച്ച് ആൾക്കാർ ലെഫ്റ്റ് ആയല്ലേ. നമ്മുടെ വ്യാഴാഴ്ച നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിൽ അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. ഒരു ദിവസം മാത്രമേ ഉള്ളൂ, സൂമിൽ കാണത്തില്ല. ഒറ്റ ദിവസം. ചിലപ്പോൾ സൂമിൽ കാണും, കൺഫേം അല്ല. എൻ്റെ ടൈമിൽ കുറച്ചൊരു വ്യത്യാസം വന്നുകൊണ്ടാണ്, നമ്മുടെ കണക്ട് ചെയ്യുന്ന ടൈം വ്യത്യാസം വന്നുകൊണ്ടാണ്. അതുകൊണ്ട് ചിലപ്പം അത് ചിലപ്പോഴാണ് എന്തോ രശ്മി സൗകര്യം ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ ഞാൻ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ മറ്റാരെങ്കിലും ഉണ്ട്? എന്തോ ബ്രദറെ എന്റെ മോന്റെ പേര് നിതിൻ എന്നാ. നീ പറഞ്ഞ അടയാളം സിസ്റ്റർ ശ്രദ്ധിച്ചായിരുന്നോ? വണ്ടിയുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? അങ്ങനൊക്കെ ഒരു വണ്ടി ഉണ്ട്. ആ വണ്ടി ഒരു ബ്ലൂ കളർ ഇവിടെ വരുന്നുണ്ട്, പക്ഷെ എനിക്കറിയത്തില്ല അത് ആരുടെ വണ്ടിയാണെന്ന്. അവന്റെ ഇനി സുഹൃത്തുക്കളുമായിട്ട് മോനോട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടോ അവന്? അങ്ങനൊക്കെ ഉണ്ട്. കൊറേയൊക്കെ എന്നോട് പറയത്തില്ല, കൊറേയൊക്കെ പറയും. ഇന്നാളിൽ സിസ്റ്റർ എന്തോ ഒരു പ്രാർത്ഥിച്ചു, പ്രശ്നം അങ്ങനെ നടന്നു, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. അവന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ സിസ്റ്ററെ. ഈ ദിവസം കൂടി പ്രാർത്ഥിച്ചോണം. ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. കർത്താവ് ചില കാര്യങ്ങൾ വെളിപ്പെടുന്നത് നമ്മൾ നശിക്കാനല്ല, രക്ഷപ്പെടാൻ വേണ്ടി കേട്ടോ. അവനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ എന്നും വചനങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വചനത്തിന്റെ അകത്ത് ഇരമ്യാ പ്രവാചകന്റെ വചനം അറിയാലോ അല്ലേ? എല്ലാവരും ആ വചനം നിങ്ങളിൽ ഉണ്ടല്ലോ അല്ലേ? ആ വചനം പറഞ്ഞ് തലമുറയ്ക്ക് വേണ്ടി മോന്റെ പേരിൽ വചനം പറഞ്ഞ് പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഈ ദിവസങ്ങളിൽ ബ്രദറെ ആ അവന് വചനം ഒന്ന് ഇടുവോ? നമ്മുടെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്, വീഡിയോ കിടപ്പുണ്ട്, ഷോർട്ട് വീഡിയോ നമ്മുടെ ഓക്കെ പ്രാർത്ഥന ഗ്രൂപ്പിൽ. അതിൽ ഏറ്റവും മുകളിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ ഇന്നും കൂടെ വേണം ഇട്ടേക്കാം. അതിൻ്റെ അകത്ത് തലമുറയെ പറ്റി ഇരമ്യാൻ ദിവസം ബാക്കിയുണ്ട്, ജാതികളുടെ മധ്യ എൻ്റെ സന്തതികളെ. ആ വചനം മോന്റെ പേര് പറഞ്ഞ് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ആ വലിയൊരു കുരുക്കിൽ നിന്നും ദൈവം അവനെ പുറത്ത് കൊണ്ടുവന്ന് രാജ്യങ്ങളുടെ നന്മ അവൻ്റെ മുമ്പിൽ തുറക്കും കേട്ടോ. ഓക്കെ അവന് വേണ്ടി ദൈവം വഴി തുറക്കും. അവനെ അവിടെ നിന്ന് മാറ്റും. ഈ രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് ദൈവം അവനെ കൊണ്ടുപോകും. പ്രാർത്ഥിച്ചാൽ മതി, നന്മയാക്കി ദൈവം മാറ്റും. ഓക്കെ ബ്രദറെ. കർത്താവിന്റെ മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞു കേട്ടോ. പറഞ്ഞു. ഒരാലോചനയും ഒരു സാക്ഷ്യവും പറയാനുണ്ട്. ഇന്ന് ബ്രദർ രേണുവിനെ കുറിച്ച് എന്ന് പറഞ്ഞിരുന്നു. രേണു ചെറിയൊരു കുഞ്ഞുണ്ടെന്ന്, അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു രേണു ഉണ്ട്, അവക്കൊരു ചെറിയൊരു കുഞ്ഞുണ്ട്. അത് അവള് ഇടയിൽ ഇച്ചിരി ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ട് എന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആലോചന അറിയിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അത് സഹോദരിയെ കഴിയുമെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ഇതിന് ശേഷം ഈ വീഡിയോ യൂട്യൂബിലുണ്ട്. അവരോട് കേൾപ്പിച്ചിട്ട് പറയണം. നമ്മൾ പറയുമ്പോഴാണല്ലോ അവർക്ക് ചിലപ്പോൾ, പക്ഷേ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തി ആ വിഷയം അവരോട് പറയുമ്പോൾ അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെട്ടത് അത് കേൾപ്പിച്ചിട്ട് പറയണം. നിന്നെ കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു വേണമെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കേറിയാൽ കർത്താവ് നിന്നെ തൊടും കേട്ടോ. നിർബന്ധിക്കേണ്ട, ദൈവം നിന്നെ തൊടും എന്ന് പറയാം കേട്ടോ. പിന്നെ ഒരു സാക്ഷ്യമുള്ളത് ഇന്നലെ ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കാൻ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പെട്ടെന്ന് അവിടെ കൈ റെഡിഷ് ആയി, ഭയങ്കര ഹാർഡ്നെസ് ആയി, കൈ അങ്ങ് നമ്പാവുന്നത് പോലെ തോന്നുന്നു. ഇത് കണ്ട് കുഞ്ഞിനാണെങ്കിൽ കൊച്ചി എഴുന്നേറ്റു. അവള് 13 വയസ്സുള്ള കുഞ്ഞ്, 14 വയസ്സുള്ള അവൾ എഴുന്നേറ്റും അവളും തല കറങ്ങി വീഴാൻ വായിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വരണോ എന്ന് ചോദിച്ചു. പിന്നെ പെട്ടെന്ന് ഓടിച്ചെന്ന് ആ ആപത്തി സഹായിക്കാൻ വേണ്ടിയാണ് പോയത്. പ്രാർത്ഥിക്കണമെന്നുള്ള രീതിയിലല്ല പോയത്. അവൾ ഒരു വിശ്വാസിയാണ്, അവൾ ഈ പ്രേയറിലുള്ളതൊക്കെയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ഒരു അനുഭവമാണ് എനിക്ക് ഇങ്ങനെ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ, എൻ്റെ കണ്ണുകൊണ്ട് വിറ്റ്നസ് ആവുന്നത്. അതായത് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ ആ കൈയുടെ കളറ് മാറുവാൻ തുടങ്ങി. അതിന്റെ ഹാർഡ്നെസ് മാറി, ടെൻഡർനെസ് മാറി, എല്ലാം മാറി. ഒരു നോർമൽ കയ്യെ പോലെ ആയി കാണുവാന് ഞങ്ങൾക്ക് ദൈവം തമ്പുരാൻ സഹായിച്ചു. അവിടെ കുഞ്ഞുങ്ങളുടെയും വിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കുവാനും, അതായത് വിസിബിൾ ആയിട്ട് നമുക്ക് കാണുവാന് സാധിച്ചു. ഒരു തലവേദനയാണെങ്കിൽ നമുക്കത് വിസിബിൾ അല്ല, അതായത് ഒരു വേദന മാറിയെന്ന് പറഞ്ഞത് വിസിബിൾ അല്ല, പക്ഷെ വിസിബിൾ ആയിട്ട് ദൈവം തമ്പുരാൻ എന്നെ ഒന്നുകൂടി വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ആദ്യത്തെ ഒരു അനുഭവമാണ്. ഈ കൂട്ടായ്മ വന്നതിനൊക്കെ ശേഷം എൻ്റെ കർത്താവ് എന്നെ കൂടുതലായിട്ട് ബലപ്പെടുത്തുന്നു, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആമേൻ. സ്തോത്രം. ആമേൻ. തീർച്ചയായിട്ടും യേശു പറഞ്ഞ വലിയൊരു കാര്യമാണ്. ഇൻസ്റ്റന്റ്ലി ക്രിയേറ്റീവ് മിറക്കിൾസ് കാണാൻ പറ്റും. ഞാൻ അവിടെ എപ്പോഴും പറയും, നമ്മൾ കൈ വെച്ച് പ്രാർത്ഥിച്ചോണം. യേശു പറഞ്ഞത് തന്നെ ലൈവായിട്ട് ആ രോഗം കയ്യേന്ന് വിട്ടു മാറുന്നത് ലൈവായിട്ട് കാണാൻ പറ്റി. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. സിസ്റ്റർക്ക് ആദ്യമായിട്ടാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ കേട്ട വചനങ്ങൾ പ്രിയമകളുടെ ഉള്ളിൽ ഒരു ബലം കൊടുത്തു, ഒരു ധൈര്യം കൊടുത്തു. സിസ്റ്ററെ ശ്രദ്ധിച്ചോണം. സിസ്റ്ററുടെ ഇപ്പൊ ചെയ്തത് നിമിത്തം എന്താ സംഭവിച്ചെന്ന് അറിയാവോ? സിസ്റ്ററുടെ അകത്തിരിക്കുന്ന രോഗശാന്തിയുടെ വരം ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഇതിലൂടെ കർത്താവിന്റെ കൃപയാൽ സിസ്റ്റർ അത് പ്രാർത്ഥിച്ച് ആ സൗഖ്യം കണ്ടതിലൂടെ അത് ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഇനി സിസ്റ്റർ ചെയ്യേണ്ടത് രോഗികൾക്ക് വേണ്ടി തുറമാനമായിട്ട് പ്രാർത്ഥിക്കുക, കൃപാവരങ്ങൾ ഉപയോഗിക്കുക. ഇനി 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 5 പേരെ സൗഖ്യമായുള്ളൂ, 5 പേര് സൗഖ്യം, അല്ലെങ്കിൽ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 പേരെ സൗഖ്യമാണെന്ന് വിചാരിച്ച് അയ്യോ ബാക്കി 8 പേരെ പുറകെ നമ്മൾ പോകരുത്. ആ 2 പേരായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവരെല്ലാവരും ഞാൻ പറയുകയാണ്, രോഗസൗഖ്യം വേണ്ടി പ്രാർത്ഥിക്കുക,
കർത്താവിൻ്റെ തിരുമുറിവിൽ അവരെ പറയുക. നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് നമ്മുടെ വിഷയമല്ല. നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കണം സിസ്റ്ററെ. ഇനിയും കർത്താവ് നിറയ്ക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ എന്നെ കൂടെ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യണേ ബ്രദറെ. ഒരു മിനിറ്റ് ബ്രദറെ. എനിക്ക് വന്ന റീത്ത സഹോദരിയാണോ ആരാണ്ട് ഇപ്പൊ നമ്മുടെ ഈ ചാറ്റിന്റെ അകത്ത് ഒരു ലിങ്ക് കിടപ്പുണ്ട്, ഗ്രൂപ്പിന്റെ ലിങ്ക്. ആ ഗ്രൂപ്പ് ലിങ്കിൽ എനിക്ക് വന്ന് ഇപ്പൊ സൗകര്യമുണ്ടോ, അല്ലെങ്കിൽ ഒന്നും കൂടെ ഇടാവോ? എനിക്ക് വന്നത് പോയെന്ന് തോന്നുന്നു. ഒന്നും കൂടെ നിങ്ങൾ ആ ചാറ്റിന്റെ അകത്ത് ഇപ്പൊ നോക്കിയാൽ മതി. ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനോടെ ഞാൻ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വ്യാഴാഴ്ച നമ്മുടെ പ്രാർത്ഥന ചേഞ്ച് ചെയ്താൽ ഞാൻ പറഞ്ഞു ഒരു ദിവസത്തേക്ക്. അപ്പൊ നിങ്ങൾക്ക് പഴയ ലിങ്ക് പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാവും. അപ്പൊ നിങ്ങൾ ഓർക്കും പ്രാർത്ഥന ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മളെ മെറിൻ സഹോദരൻ ഇട്ടിട്ടുണ്ടത്. നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ ചേരാൻ പറഞ്ഞത്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഗ്രൂപ്പിലാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ. അല്ലാതെ പക്ഷം നിങ്ങൾ കിട്ടാതെ വരുമ്പോഴേക്കും നമ്മൾ കിട്ടുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഓരോ അപ്ഡേഷനും നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഗ്രൂപ്പിൽ ചേരാൻ പറയുന്നത്. കേട്ടോ ബ്രദറെ? ഇനി ആരെങ്കിലും ചേരാനുള്ള എല്ലാവരും ഞാൻ പറയുകയാണ് ചേർന്നോട്. ലൈവിൽ കേൾക്കുന്നതോടും പറയുകയാണ്, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കമന്റിലും ഒക്കെ ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് കമന്റിലൊക്കെ ഡിസ്ക്രിപ്ഷനിലും ഗ്രൂപ്പിന്റെ ലിങ്ക് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിലേക്ക് നേരെ വരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? 1-2 സാക്ഷ്യം കൂടെ പറഞ്ഞു. ഗ്രൂപ്പ് ഈസ് ഫുൾ എന്നാ കാണിക്കുന്നത്. ഗ്രൂപ്പ് ഈസ് ഫുൾ ആണോ? ഗ്രൂപ്പ് ഫുൾ ആയോ? അങ്ങനെ കാണിക്കുന്നത്. അതിലോട്ട് കയറി നോക്കട്ടെ എന്നാ സിസ്റ്ററെ. എന്നാ പുതിയൊരു ഗ്രൂപ്പിന്റെ ബ്രദറെ ഭയങ്കര പാടാ. അപ്പൊ നമുക്ക് കിട്ടുന്നതേ ഇല്ല. അങ്ങ് വിട്ട് പോവുക. ഒരുപാട് ദിവസം വിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇന്നലത്തെ ഫാമിലി പ്രയറും എനിക്ക് കിട്ടിയില്ല. ഓക്കെ, ഗ്രൂപ്പ് കുഴപ്പമില്ല. അതായത് യൂട്യൂബിലുണ്ട്. നമുക്കത് ഈ ദിവസം നെറ്റ്വർക്കിന്റെ ഒരു കാര്യം നമുക്കൊന്ന് ഡീൽ ചെയ്യാതെ. എനിക്കൊന്ന് ഇത്രയും ആളുകൾ ഒരുമിച്ച് കയറുന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ലോഡ് എത്രയും വരുന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. നെറ്റ്വർക്കിന്റെ പ്രോബ്ലം. നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും കർത്താവ് അതിൻ്റെ മേലൊരു പരിഹാരം നമുക്ക് ആവശ്യമാണ്. കാര്യം നമുക്ക് ലൈവ് ചില സമയത്ത് ഇതുപോലെ കട്ടാകുന്നുണ്ട്. അതെല്ലാം കർത്താവ് പരിഹരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? വേഗത്തിൽ പറഞ്ഞു. എന്തോ എന്റെ മോന്റെ കൊച്ച് പനി, ഭയങ്കരമായിട്ട് പനിയായിരുന്നു. പേടിച്ചിട്ടായിരുന്നു അവൾക്ക് പനി. ഞാൻ അവൾ അടുത്ത് ചെന്നിരുന്ന് തല കൈവച്ച് യേശുവിന്റെ തിരുമുറിവിനാൽ ഒക്കെ സൗഖ്യം വന്നിരിക്കണമെന്ന്. പനി കൊണ്ട് സംസാരിക്കുന്നവരോട് ഇങ്ങനെ വിട്ടു പോകുക. 3 പ്രാവശ്യം ആ സമയത്ത് തന്നെ പനി വിട്ടുമാറി. കുഞ്ഞിന്റെ പൂർണ്ണ സൗഖ്യം അവൾക്ക് കിട്ടി. യേശുവിന് നന്ദി പറയണു. ബ്രദറിന് നന്ദി. ഒരു കാര്യം കൂടെ മിനിഞ്ഞാന്ന് ഒരു സ്വപ്നം കണ്ടു. അതായത് വീട്ടില് ബ്രദറിനെ അറിയാൻ ഇന്ന് രാവിലെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു. ഇത്തിരി പ്രശ്നമായിരുന്നു വീട്ടില്. ഡേറ്റ് നാളെയാ തീരണേ ഒരു ദൂത് പറഞ്ഞെന്റെ. പക്ഷെ ഈ 3-4 ദിവസമായിട്ട് വീട്ടിലിത്തിരി കശപിശയൊക്കെ ആയിരുന്നു. പക്ഷെ മിനിഞ്ഞാന്ന് ഞാൻ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടു. ഞങ്ങളുടെ മുറി പിന്നെ ജനലൊക്കെ മരം വെച്ച് അടച്ചേക്കണം, ഷീറ്റ് വെച്ച് അടച്ച് ഞങ്ങളെ ഉള്ളിലാക്കിയേക്കണ പോലെ ഇരുട്ട് കൂടി കിടക്കണ ഒരു സ്വപ്നം. ഞാനൊന്ന് ചാടി എഴുന്നേറ്റിട്ട് ഞാൻ യേശുവിനെ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇളയ മകന്റെ ഭാര്യ കുഞ്ഞുങ്ങളെയായിട്ട് അവളുടെ വീട്ടിൽ പോയി. എനിക്കറിയില്ല പറഞ്ഞ അതിനകത്തൊരു കാര്യമില്ല. ഭാരങ്ങൾ നമുക്കൊരു സ്വപ്നം കണ്ട് നമുക്ക് ഭാരം ഉടനെ തന്നെ പറയണം, യേശുവിന്റെ നാമത്തിൽ എല്ലാ നെഗറ്റീവുകളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു എന്ന് ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞോണം കേട്ടോ. നമുക്ക് ഭാരം, ഒരു ദർശനം കണ്ടിട്ട് നമുക്കൊരു ഭാരം വരുന്നുണ്ടെങ്കിൽ, ഒരു സ്വപ്നം കണ്ടിട്ട് ഭാരം വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് അതിന്റെ മേൽ നമുക്കൊരു ജയത്തെ തരും കേട്ടോ. സ്വത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാൻ വേണ്ടി ഉണ്ടോ? പറഞ്ഞു. എനിക്ക് ഒരു കാര്യം പ്രാർത്ഥിക്കാനാണുള്ളത്. പറഞ്ഞു. അതായത് മോള് ആ കുട്ടി ഇതേപോലെ 2 പ്രഗ്നൻസി ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് 2 അബോർഷനായി. പിന്നെ 2 കുഞ്ഞുങ്ങൾ ജനിച്ചത് ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ്.
അപ്പൊ ആ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ് എന്താ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നൊന്നും കുഞ്ഞിന് ചെല്ലില്ല. അങ്ങനെ 4 മാസമായിട്ടാണ് ഫസ്റ്റത്തെ കുഞ്ഞ് അബോർഷനാക്കിയത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞും അങ്ങനെയാണ് 2015 അങ്ങനെ അബോർഷനാക്കിയത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു ചോദിച്ചപ്പോ ഡോക്ടർമാരൊന്നും പറയണേ ഇല്ല. അവിടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഹരിപ്പാട് പോകാൻ പറഞ്ഞു.